പിണറായി വിജയനെതിരെ PV അൻവർ. VS അച്യുതാനന്ദനെ വഞ്ചിച്ചാണ് പിണറായി വിജയൻ ആദ്യം മുഖ്യമന്ത്രിയായത്. VSനെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും പിണറായി വഞ്ചിച്ചു. വഞ്ചനയുടെ ഫലമാണ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം. തീർത്തും വഞ്ചകനായ അദ്ദേഹം എങ്ങനെയാണ് തന്നെ വഞ്ചകനെന്ന് വിളിക്കുന്നതെന്നും അൻവർ ചോദിച്ചു. ന്യൂനപക്ഷങ്ങളും കേരളത്തിലെ മതേതരവാദികളും ഒന്നും ആലോചിക്കാതെ അന്ന് പിണറായിക്ക് പിന്തുണ നൽകി. അന്ന് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല. മുനമ്പത്തെ മനുഷ്യരെയും പിണറായി വിജയൻ വഞ്ചിച്ചുവെന്നും അൻവർ പറഞ്ഞു. താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് ആവശ്യമായ സൗകര്യമൊരുക്കണമെന്ന് ഹൈക്കോടതി. കോഴിക്കോട് പ്രതികളായ വിദ്യാർത്ഥികളെ പാർപ്പിച്ചിരിക്കുന്ന ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഒബ്സർവേഷൻ ഹോം സൂപ്രണ്ടിനാണ് നിർദ്ദേശം നൽകിയത്. കൊലക്കുറ്റം ചുമത്തിയ 6 പ്രതികളെ നിലവിൽ പാർപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ്. പ്രതികളായ വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഇടപെടൽ. നടി നൽകിയ പരാതിയിൽ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരായി ലൈംഗിക അധിക്ഷേപ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. ബോബി ചെമ്മണ്ണൂർ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയെന്ന് കുറ്റപത്രത്തിലുണ്ട്. നടിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നിരന്തരം ബോബി ചെമ്മണ്ണൂർ ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയതെന്നും കുറ്റപത്രത്തിലുണ്ട്. ഇന്ത്യ സഖ്യം വിട്ട് ആം ആദ്മി പാർട്ടി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു സഖ്യമെന്നാണ് AAPP വക്താവ് അനുരാഗ് ദണ്ഡ വ്യക്തമാക്കി. എക്സിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ അനുരാഗ് ദണ്ഡ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചു. കോൺഗ്രസും BJPയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്നാണ് അനുരാഗ് ദണ്ഡ വിമർശനം ഉന്നയിച്ചത്. കന്നഡ ഭാഷാ വിവാദത്തെ തുടർന്ന് രാജ്യസഭാ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് മാറ്റിവെച്ച് കമൽഹാസൻ. കന്നഡയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിന് നടൻ നേരിട്ട എതിർപ്പിനെ തുടർന്നാണ് പത്രിക സമർപ്പിക്കാൻ വൈകിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ പിടിമുറുക്കി കോവിഡ് കേസുകൾ. ഇന്ന് 276 സജീവ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം 4302 ഉയർന്നു. കൂടാതെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 7 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. മഹാരാഷ്ട്രയിൽ മാത്രം 4 പേർ മരിച്ചു. തമിഴ്നാട്, ഡൽഹി, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഓരോ മരണം വീതവും റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 44 ഉയർന്നു. ഇന്ത്യൻ സൈന്യത്തിനെതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പരിധിയിൽ വരുന്നതല്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് അലഹാബാദ് ഹൈക്കോടതി. 2022 ഭാരത് ജോഡോ യാത്രയ്ക്കിടെ നടത്തിയ പരാമർശത്തിൽ ലക്നൌ കോടതി പുറപ്പെടുവിച്ച സമൻസിനെതിരെ രാഹുൽ ഫയൽ ചെയ്ത ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഇത്തരമൊരു വിമർശനം നടത്തിയത്. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ ഒരാൾ കൂടി പോലീസ് പിടിയിൽ. യൂട്യൂബറായ ജസ്ബീർ സിംഗ് ആണ് പോലീസ് പിടിയിലായത്. 10 ലക്ഷത്തിലധികം സബ്സ്ക്രൈബർമാരുള്ള ജാൻ മഹൽ എന്ന ചാനൽ നടത്തുന്ന യൂട്യൂബറാണ് ഇയാൾ. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രൂപ്നഗർ ജില്ലയിലെ മഹ്ലാൻ ഗ്രാമത്തിൽ താമസിക്കുന്ന ജസ്ബീർ സിംഗിനെ സ്റ്റേറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ സെൽ കസ്റ്റഡിയിലെടുത്തത്. ഇന്ത്യ ശക്തമായ എതിർപ്പ് ഉന്നയിക്കുന്നതിനിടയിലും പാകിസ്ഥാന് $800 ദശലക്ഷം സാമ്പത്തിക സഹായ പാക്കേജ് അനുവദിച്ച് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. തീവ്രവാദത്തിന് ധനസഹായം നൽകിയ ചരിത്രമുള്ള അയൽ രാജ്യത്തിന് ഒരു തരത്തിലുള്ള സഹായവും നൽകുന്നതിനെ ഇന്ത്യ എതിർത്തിരുന്നു. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് $1 ബില്യൺ പാക്കേജ് പാകിസ്ഥാന് കഴിഞ്ഞ മാസമാണ് ലഭിച്ചത്.